കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടപ്പാക്കിയ ടേം വ്യവസ്ഥ പുനഃപരിശോധിക്കാൻ CPM വിജയസാധ്യത കണക്കിലെടുത്ത MLA-മാർക്ക് ഇളവ് നൽകിയേക്കും. പാർട്ടി സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനം കൈക്കൊള്ളും. പാർട്ടിയെ നയിക്കാൻ വീണ്ടും എത്തുന്ന പിണറായി വിജയൻ മൂന്നാം തവണയും ധർമ്മടത്ത് നിന്ന് മത്സരിക്കും. ഭരണ തുടർച്ച ഉണ്ടാകണമെങ്കിൽ കർശന തവണ വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നതാണ് CPM നേതാക്കൾക്കിടയിലെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ് തവണ വ്യവസ്ഥ സെക്രട്ടേറിയറ്റിൽ മുന്നോട്ട് വെച്ചത്. MLA ആകാൻ ഒരു തവണ അവസരം, മന്ത്രിയാകാൻ 2 തവണ എന്നതാണ് CPM സെക്രട്ടേറിയറ്റിൽ അന്ന് തീരുമാനിച്ചത്. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. പല മണ്ഡലങ്ങളിലും വിജയമുറപ്പാക്കാൻ സിറ്റിംഗ് MLA-മാർ മത്സരിക്കണം. ഇതാണ് പാർട്ടിക്കകത്തെ ചർച്ച. LDF കൺവീനർ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ തുടരണം. കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ മട്ടന്നൂരിൽ തുടരണമെന്നും ആവശ്യമുയർന്നു കഴിഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ടയിൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം നഷ്ടമാകുമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുവിൽ ടേം വ്യവസ്ഥ ഒഴിവാക്കാനാണ് പാർട്ടിക്കകത്ത് വരുന്ന ആവശ്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടം മണ്ഡലത്തിൽ 3ാം തവണ മത്സരിക്കാനാണ് തീരുമാനം. പിണറായി തന്നെ 3ാം തവണയും പോരാട്ടം നയിക്കണമെന്നത് നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. ഇതിനിടയിൽ ടേം വ്യവസ്ഥയിൽ പ്രതികരണവുമായി മുതിർന്ന നേതാവ് AK ബാലൻ രംഗത്തെത്തി. 2 തവണ MLA ആയവർ ഇനി മത്സരിക്കേണ്ട എന്നതാണ് പാർട്ടി തീരുമാനം. എന്നാൽ ടേം വ്യവസ്ഥ ഒഴിവാക്കണോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ചർച്ചയുണ്ടാകുമെന്നും AK ബാലൻ പ്രതികരിച്ചു. അനിവാര്യമായ സാഹചര്യത്തിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട CM മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് എക്സംഷൻ ആവശ്യമായിട്ട് വരും. അനിവാര്യമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകുമ്പോൾ എക്സംഷൻ കൊടുക്കും. പക്ഷേ പൊതുവിൽ 2 പ്രാവശ്യം മത്സരിച്ച ആൾക്കാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ്. ഇതേസമയം ഇടതുമുന്നണിയിലും സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് നൽകണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട്. കുറ്റ്യാടി സീറ്റിന്റെ കാര്യത്തിലും മാണി കോൺഗ്രസ് ആവശ്യമുന്നയിക്കും. LDF-ൽ പ്രശ്നങ്ങളില്ലാതെ സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഘടകകക്ഷികളുമായി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. CPIM വിജയിച്ച സീറ്റുകളെല്ലാം നിലനിർത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. ഇടതുമുന്നണിക്ക് ഭരണം 3ാം ടേമിലേക്ക് കടക്കണമെങ്കിൽ MLA-മാർക്ക് 2ഉം മന്ത്രിമാർക്ക് 1ഉം നിശ്ചയിച്ച ടേമുകൾ എടുത്തുമാറ്റണമെന്നതാണ് പാർട്ടിക്കകത്തു നിന്നും ഉയരുന്ന ആവശ്യം. പാർട്ടി സെക്രട്ടേറിയറ്റ് ഔദ്യോഗികമായി ഈ കാര്യം അടുത്തുതന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കോഴിക്കോട് നിന്നും ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.